Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. വീണ്ടും നമുക്ക് ദൈവവചനത്തോടുകൂടെ ദൈവവചനത്തിന്റെ പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को धन्यवाद देता हूँ कि प्रभु ने फिर से एक और बार प्रभु का वचन को मनन करने के लिए, उसका आनंद उठाने के लिए प्रभु ने आपको इकट्ठा किया. നമ്മുടെ അകത്തെ മനുഷ്യന്റെ भोजनമാണ് നാം ഇന്ന് ഈ രാവിലെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനം. हम लोग हमारा अंदरूनी मनुष्य के लिए जो भोजन जरूरत है वही भोजन है प्रभु का वचन. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. ये परमेश्वर यही चाहता है कि हमारा अंदरूनी मनुष्य हमेशा बल प्राप्त करते जाए. എന്നാൽ പലപ്പോഴും വിശുദ്ധന്മാർക്ക് കഴിയാതെ പോകുന്നത് ഈ അകത്തെ മനുഷ്യനെ ബലപ്പെടാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ആ ആത്മീയ ഭോജനം അവർക്ക് വീണ്ടും വണ്ണം പ്രാപിക്കാൻ കഴിയുന്നില്ല. लेकिन बहुत बार ऐसा होता है कि पवित्र जनों के बीच में प्रभु जिस उद्देश्य से और आग्रह से ये अंदरूनी भोजन के विषय में बढ़ोतरी प्राप्त करे, उस रीति से वो लोग नहीं प्राप्त कर पाते. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് ഉത്സാഹം ഉണ്ടായിരുന്നു. क्या आज सुबह सवेरे उठते ही प्रभु की उपस्थिति में जाकर वचन पढ़कर उसमें आनंद मिलने वाला बातों में विषय में आपको आनंद हुआ क्या? ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് പരിശ്രമിച്ച് കാണും, അല്ലെങ്കിൽ ചായ ചോദിച്ചു കാണും. शायद हम लोग उठते उठते ही मुझे कॉफी पीने का है बोल के या चाय पीने का बोलकर उसके पीछे मेहनत करने के लिए गया रहेगा. ചിലർക്ക് കിടക്കയിൽ ചായ കിട്ടിയില്ലെങ്കിൽ അവർ എഴുന്നേക്കത്തേ ഇല്ല. कुछ लोगों को बिस्तर में अगर चाय मिलेगा नहीं तो वो लोग उठेंगे नहीं. അതിന്റെ അർത്ഥം അവർ അറിഞ്ഞോ അറിയാതെയോ അവരൊരു ജഡീകനാണെന്നുള്ളതിന്റെ തെളിവാണ്. तो उसका अर्थ यही है कि वो एक तरफ से एक शारीरिक है. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. हमें एक बात समझना है. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. हमारे एक एक जीवन का स्वभाव में हम जो बात प्रकट करते हैं उसमें हम प्रभु के बातों या आत्मिक बातों को प्रकट कर सकते हैं. നമ്മുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം അവർക്ക് എത്രമാത്രം ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന്. हम लोग जब लोगों से बात करते हैं समय में वो बात करने का तरीका और रीति और उनके शब्द से मालूम पड़ता है कि वो लोग प्रभु से कितना नजदीक है. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർ എത്രമാത്രം ആത്മീയരാണെന്ന് കാണാൻ കഴിയും. एक एक व्यक्ति का क्रिया को जब आप ध्यान से देखेंगे तो समझ में आता है कि वो लोग कितने आत्मिक है. നമുക്കറിയാം ഒരു നല്ല ഭക്തനായ മനുഷ്യനാണെങ്കിൽ അവന് എല്ലാ കാര്യത്തിലും നല്ല ഒരു വിശുദ്ധി ഉണ്ടായിരിക്കും, നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. तो हम जानते हैं कि अगर एक सचमुच एक पवित्र जन है तो वो क्या करेगा, वो सब उसके सब बातों में एक पवित्रता का अनुभव दिखाई देगा, एक अच्छा डिसिप्लिन की अवस्था के देगा बातें देखेंगे. എവിടെയെങ്കിലും ഒരു അശുദ്ധി കണ്ടാൽ അവന് സഹിക്കാൻ പറ്റില്ല. किधर भी कुछ भी गंदगी या अशुद्धि दिख गया वो उसको सहने को नहीं होगा. എന്നാൽ ശരിക്കും ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എത്ര ഹീനമാണെങ്കിലും അതൊന്നും അവനൊരു ഒരു പ്രശ്നമല്ല, അവൻ അതിന്റെ മധ്യത്തിൽ ഇരുന്നോളൂ. तो हाँ, लेकिन एक अशुद्ध व्यक्ति यानी कि प्रभु के साथ अगर रिश्ता अगर सही रीति में बड़ा नहीं हो, उसके सामने कितना अशुद्ध बातें भी रहे वो उसी के बीच में जाकर बैठ जाएगा, उसके लिए उससे कुछ फर्क नहीं पड़ता. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത് തന്റെ വിശുദ്ധിയാണ്. हमें एक बात समझना है कि हमारा परमेश्वर का जो सबसे बड़ा सुंदरता का कारण या विशेष गुण क्या है मालूम है? उनका पवित्रता है. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധി എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയം ദൈവത്തിനില്ല. मैं हमसे एक बात बताना चाहता हूँ कि पवित्रता करके जो विषय है इससे बड़ा बात और मूल्यवान बात प्रभु के उसके अलावा और कुछ नहीं है. നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് വിശുദ്ധ ജീവിതം. उसी तरह परमेश्वर जो हमारे विषय में भी यही आग्रह करता है कि हम एक पवित्र जीवन जिए. എവിടെ അശുദ്ധി ഉണ്ടോ ദൈവത്തിനോട് വസിക്കാൻ കഴിയില്ല. क्योंकि जिधर अशुद्धि है उधर प्रभु निवास नहीं कर सकता. നമ്മുടെ ദൈവം അതിപരിശുദ്ധനായ ദൈവമാണ്. क्योंकि हमारा परमेश्वर अति महान पवित्र परमेश्वर है. നമുക്കറിയാം, സറാബുകൾ പോലും ദൈവത്തെ സ്തുതിക്കുന്നത് വിഷയം ഒറ്റ ഒരു കാര്യമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നവർ ഇടപെടലില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. हम देखते हैं कि साराफों का आराधना में भी हम यशायाह का पुस्तक 6वां अध्याय में वो लोग किस तरह परमेश्वर की उपस्थिति में आकर पंखों से अपना चेहरे को ढककर किस बात पर वो लोग करते हैं, हे परमेश्वर तू पवित्र है पवित्र है पवित्र है, इस तरह बिना रुके पवित्र है बोलकर इस तरह रीति से लोग आराधना करते हैं. കാരണം സ്വർഗം പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശുദ്ധമല്ലെന്നാ. क्योंकि उसका मतलब भी क्या है? देखो, स्वर्ग, जिस स्वर्ग में स्वर्गदूत लोग रहते हैं, साराफ केरूब रहते हैं, वो स्वर्ग भी परमेश्वर को तुल्य करने जाएगा तो उतना पवित्र नहीं है जितना परमेश्वर पवित्र है. ദൈവത്തിന്റെ വിശുദ്ധി, ആ വിശുദ്ധി നമ്മളിൽ ദൈവം പറയാണ്,
നിങ്ങളും ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നിങ്ങൾക്കറിയാലോ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. तो इसी तरह पहला पत्रोस पहला अध्याय 15 और 16 वाक्य के आधार पर हम देखो प्रभु हमें जिस रीति से बुला रहे हैं, जैसे वो पवित्र है वैसा हम भी उनके समान पवित्र बने रहे, उस विषय की ओर प्रभु हमें बुला रहा है. നമ്മൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. हमारा हर चाल चलनों में पवित्र रहना है. അപ്പോൾ നമ്മൾ ദൈവമക്കളെന്നൊന്നിലേക്ക് ഞാൻ ആരാണ്? ഒരു ദൈവവൈതലാണെങ്കിൽ നമ്മൾ ആ പിതാവിന് യോഗ്യമാവണ്ണം, വിളിക്ക് യോഗ്യമാവണ്ണം, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. तो हम लोग उस परमेश्वर पवित्र पिता के अगर हम बच्चे हैं तो परमेश्वर कितना पवित्र है, उस पवित्रता के हिसाब से हमें चलना है. उस बुलावट के जिस योग्यता के बुलावट से हमें बुलाया है, उसके निमित्त, सुसमाचार के निमित्त, गवाही के निमित्त, प्रभु यीशु मसीह के नाम के निमित्त हमें पवित्रता में चलना है. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ഹിതമല്ലാത്ത അശുദ്ധി എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. इसके लिए हमें हमेशा अपने आप को जांचना है कि हे प्रभु, आपकी इच्छा के खिलाफ के जो भी क्षेत्रों में मेरे जीवन में जहाँ पर अशुद्धि मुझे दिखता है, वो सब बातें मुझे प्रकट करके उसमें सुधार और लाकर मैं चलूं. അതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവവചനം അല്ലെങ്കിൽ ഈ ലേഖനങ്ങളിലെല്ലാം നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ വളരേണ്ടതിന്റെ എല്ലാ വിഷയങ്ങളും ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. इसके लिए तो हम लोग बाइबल में खास रूप में लेखाओं में और पत्रों में हम पढ़ते हैं कि किस तरह एक विश्वासी पवित्र जीवन कैसा जीना चाहिए, उसका रेखा लिखा गया है. നമ്മള് എബ്രായർ 12:14 വായിക്കുന്നത് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, കാരണം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. हमें इब्रानियों को पुस्तक उसका 12 अध्याय उसका 14वां वाक्य में पढ़ते हैं कि तुम लोग पवित्रता के विषय में तुम लोग उसमें और उत्सुकता रहे, क्योंकि बिना पवित्रता के बगैर कोई भी प्रभु को, परमेश्वर को देख नहीं सकता. അപ്പോൾ വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. मतलब पवित्रता के बगैर कोई परमेश्वर को देख ही नहीं सकता. ഇതൊക്കെ ആരോട് പറയുന്ന? ये सब किसको कह रहा है? വിശുദ്ധന്മാരോട് പറയുന്ന, पवित्र लोगों को कह रहा है. വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ദൈവം വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്ന വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. तो तुम लोग जो बुलाए गए हो, तुम लोग को जो चुनावट प्राप्त किए हुए, तुम लोग को अलग करके तुम लोग को पवित्र किए हुए, ये मेरे लोगों को प्रभु कहता है तुम पवित्र बनो, കാരണം അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. क्योंकि वो परमेश्वर का आग्रह है. അതേ കാര്യം തന്നെയാണ് 1 തെസ്സലോനിക്കർ 4:3 വായിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:3 വായിക്കുന്നുണ്ട്, ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. पहला तस्सलोनी 4:3 में भी हम पढ़ते हैं. पहला तस्सलोनी 4:3 में वहां पर उसका आखिरी भाग में लिखा है कि उसका शुरुआत का भाग में परमेश्वर का यही इच्छा है कि तुम लोग पवित्र बने. അപ്പോൾ നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. तो हम लोग पवित्र रहे, ये परमेश्वर का आग्रह है. നമ്മളെ ദൈവം തന്റെ ഒരു ഭാഗമാക്കിയിരിക്കുന്നു എന്നുള്ള പ്രകാശനം തന്നെ എത്ര ശ്രേഷ്ഠമാണ്. हमें परमेश्वर का एक भाग बनाया, उनका हिस्सा बनाया, ये ज्ञानी प्रकटीकरण कितना बड़ी बात है. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൂട്ടായ്മ പോലും തന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചതെന്ന് 1 കൊരിന്ത്യർ 1:9 നമ്മൾ വായിക്കുന്നു. हमें जो मिला हुआ संगति और सहभागिता उनके पुत्र के साथ है करके ऐसा पहला कोरिन्थी 1:9 में कितना स्पष्ट रीति में लिखा गया है. അപ്പോൾ ആ പുത്രന്റെ കൂട്ടായ്മയിൽ വസിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും അവൻ അശുദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള ചാൻസ് ഇല്ല. तो उस पुत्र के साथ का सहभागिता और संगति में चलने वाला व्यक्ति कभी भी अशुद्धता में नहीं चलेगा. എങ്കിലും लेकिन ഈ ലോകത്തിലായിരിക്കുമ്പോൾ हम लोग जब इस दुनिया में जीते समय में നമ്മൾ വഞ്ചിക്കപ്പെടാം. हम लोग धोखा खा सकते हैं. അതായിരുന്നല്ലോ പൗലോസിന്റെ ഏറ്റവും വലിയ ഭയം. वही तो पौलुस का सबसे बड़ा डर था ना. എന്താണ് ആ ഭയം? वो डर क्या था? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. दूसरा कोरिन्थी उसका 11 अध्याय उसका 3रा वाक्य से हम पढ़ते समय में पौलुस उसका डर को बताता है वहां पर. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. दूसरा कोरिन्थी 11:3 पढ़ेंगे. परंतु मैं डरता हूँ कि जैसे सांप ने अपनी चतुराई से हवा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाए. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് ചിലപ്പോ എവിടെ നമ്മുടെ ധനമുണ്ടോ അവിടെ ആയിരിക്കും നമ്മുടെ മനസ്സെന്ന് വചനം പറയുന്നത്. तो हाँ, इसलिए हमारा मन के विषय में वचन क्या कहता है कि जिधर हमारा धन है उधर ही हमारा मन रहेगा. അപ്പോൾ അല്ല, ഇവിടെ പറയുകയാണ് നമ്മൾ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. पौलुस का भय क्या था? जिस तरह सर्प ने हव्वा को चतुराई से वो भरमाया था, धोखा दिया था, उसी तरह मैं डरता हूँ कि
सर्प तुम्हारा शैतान तुम्हारा मनों को वो प्रभु की ओर का सीधाई की ओर से तुम्हारा हृदय मन को भ्रष्ट ना कर दे। അപ്പോൾ നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ശത്രു ജയിച്ചു. तो अगर हमारा मन मसीह के रीति से अगर हट गया तो शैतान जीत जाएगा। നമ്മുടെ മനസ്സ് എപ്പോഴും കർത്താവിൽ ഏകാഗ്രമായിരിക്കണം. हमें हमारा मन हमेशा प्रभु के साथ सीधा रहना चाहिए। അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുകയാണ്. अगर ऐसा है तो हम लोग पवित्रता के जीवन में आगे बढ़कर विजय पाकर जी रहे हैं। അപ്പോൾ ശത്രു എന്ത് ചെയ്യുന്നു? तो शत्रु क्या करता है? ഏതെങ്കിലും നിലയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ദേഹീയ രക്ഷയിൽ എന്തെങ്കിലും വിഘ്നം കൊണ്ടുവന്ന് നമ്മുടെ ദേഹീയ രക്ഷയെ നഷ്ടമാക്കുവാൻ അവൻ ശ്രമിക്കുന്നു. क्योंकि हाँ, शत्रु का सबसे बड़ा कार्य और लक्ष्य यही रहता है कि हम लोग जो विश्वासी है, जो पवित्रता में आगे बढ़ना चाहिए, ऐसे लोगों को विजय ना प्राप्त करने के लिए हमारा मन में, हमारे हृदय में कुछ ऐसा मूर्ति लाए या ऐसा कुछ बातें लाए जिसकी वजह से हमारा मन प्रभु की ओर का सीधाई से हटकर अब गिर जाए, इस तरह हम लोग प्रभु से दूर हो जाए। അപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, वो इस तरह कहता है, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. हमने इधर पढ़ा कि दूसरा कोरिन्थियों के 8:3 में कि जिस तरह सर्प ने हव्वा को चतुराई से गिराया। അപ്പോൾ അവിടെ എന്താണ് ഈ സർപ്പം ഉപായത്താൽ ചതിച്ചത്? वो सर्प ने क्या वो चतुराई इस्तेमाल किया? വളരെ ശ്രദ്ധിക്കണം, ध्यान से सुनना। ആദ്യം തന്നെ അവൻ ഏദൻ തോട്ടത്തിൽ വരുമ്പോൾ ഒരു ചോദ്യവുമായിട്ടാണ് വന്നത്. क्योंकि वो जब पहले बार जब ईदन वाटिका में बगीचा में जब आया, वो एक सवाल लेकर आया। അവന്റെ 33:1 उत्पत्ति का पुस्तक 3 अध्याय 1 जेनेसिस 3:1। പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. पढ़ेंगे। यहोवा परमेश्वर ने जितने बनेले पशु बनाए थे उन सब में सर्प धूर्त था। उसने स्त्री से कहा, क्या सच है कि परमेश्वर ने कहा तुम इस वाटिका के किसी वृक्ष का फल न खाना? അപ്പോൾ അവിടെ ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? तो उधर वो आखिरी में देखो सवाल देखो क्या पूछ रहा है, क्या इस वाटिका का कोई भी पेड़ का फल नहीं खाना है क्या? അപ്പോൾ ഒരു വലിയ ചോദ്യത്തോടു കൂടിയാണ് പറഞ്ഞാല് ഇവനറിയാം ഈ ചോദ്യം അവിടെ ശ്രദ്ധിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ ഹവ്വായ്ക്ക് തന്റെ മനസ്സ് ആയിട്ട് ബന്ധപ്പെടണം. तो इसके लिए हाँ, तो अभी ये सवाल जब सर्प जब लाते समय शैतान जानता है कि सवाल के विषय में जब आते समय में वो उसको सबसे पहला उस स्त्री के साथ का मन का अवस्था क्या है समझना जरूरी है। वो जानकर वो सवाल पूछा। അപ്പോൾ ഇവൾക്ക് അതിന് ഉത്തരം പറയണമെങ്കിൽ അവളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെടണം. हाँ, तो अगर इसका उत्तर अगर स्त्री को देना है तो सबसे पहला सर्प को उसके मन के साथ एक रिश्ता जोड़ना पड़ेगा। ഇവിടെ ഒരു വലിയ ചതിവുണ്ട്. तो इधर देखो धोखा आया। ഇതാ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ये बात को हमें ध्यान देना है। നമ്മുടെ ആത്മീയരുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പറയുന്ന ഉത്തരങ്ങളെല്ലാം ആത്മാവിൽ നിന്നല്ല, ആത്മാവിന്റെ സഹായത്തോടെ അല്ല, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അതിലൂടെ പിശാച് പലപ്പോഴും നമ്മുടെ ഉത്തരങ്ങളിൽ നമ്മളെ വഞ്ചിക്കുക. हमारा आत्मिक जीवन में भी ऐसा बहुत से सवाल के जवाब को हम लोग किस रीति से देते हैं? हम अपने मन से देते हैं या आत्मा की मदद की रीति से हम जवाब देते हैं करके ये बात को शैतान देकर वो चतुराई से, ताकि हम लोग जवाब मन से दे दिया तो हम गिर जाएगा, ऐसा अवस्था परिस्थिति लाता है। ഞാൻ ഈ കാര്യം കൂടുതൽ മനസ്സിലാക്കിയത് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്ന വാച്ച്മാനിയുടെ പുസ്തകത്തിലൂടെയാണ്. ये बात मुझे कैसा समझ में आया, आत्मिक मनुष्य करके जो वॉचमैन का पुस्तक है वो बात पढ़ने से मुझे मालूम पड़ा। मैं गया बार मेरे छोटा सा गलती हो गया, आत्मिक मनुष्य करके जो पुस्तक है वो हिंदी में नहीं है करके मुझे ऐसा बोला, क्योंकि उस समय मेरा ध्यान नहीं था। लेकिन अभी मुझे याद आया है आत्मिक मनुष्य करके जो है वो हिंदी ट्रांसलेशन में भी किया है, मलयालम में भी है, हिंदी में भी है और इंग्लिश में भी है। समय मिला तो आप लोग खरीद कर पढ़ लेना। അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആത്മീയ മനുഷ്യൻ എന്നുള്ള ഞാൻ എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ വളരെ വളരെ ആഗ്രഹത്തോടെ പറയട്ടെ, നിങ്ങളൊരു ജയാളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പുസ്തകം നിങ്ങൾക്ക് എവിടെയെങ്കിലും ലഭിക്കുമെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തായാലും നിങ്ങളത് മേടിച്ച് വായിക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ട് വരാം. मैं सारे पवित्र जनों को मैं खास रिक्वेस्ट में करना चाहता हूँ कि एक आत्मिक जीवन में अगर आपको बढ़ोतरी पाना है, सही रीति में उन्नति पाना है, अगर एक विजयशाली जीवन जीना है तो कितना भी दाम क्यों ना हो, आत्मिक मनुष्य द स्पिरिचुअल मैन करके वॉचमैन डी का पुस्तक है, कैसा भी हो कितना भी दाम हो उसको आप देखकर खरीद कर उसको पढ़ने शुरू करो। ദൈവമക്കളെ, അത് വളരെ അത്യാവശ്യമായ കാര്യം, क्योंकि वो बहुत ही जरूरत का एक जीवन का पुस्तक है। അപ്പോൾ ഈ ചതിവ് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയപ്പോൾ പിശാചിന്റെ ആ ചോദ്യം അതിന് ഉത്തരം കൊടുക്കുവാൻ അവൻ ഉത്തരം കൊടുക്കാൻ പാടില്ലായിരുന്നു, അവൻ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആ ഉത്തരം കൊടുക്കേണ്ടി വന്നപ്പോൾ ഹവ്വയ്ക്ക് തന്റെ മനസ്സുമായി ബന്ധപ്പെടേണ്ടി വന്നു. हाँ, तो इसके लिए अभी इधर अवस्था क्या हुआ देखो, अभी जब शैतान सर्प ने जब सवाल लेकर आया, अब उसको हव्वा को जरूरी नहीं कि उसका
उसका सवाल का जवाब देना चाहिए कि किस रीति से देना चाहिए। लेकिन इधर अवस्था क्या हुआ, हव्वा को जब सवाल देना पड़ा, उस सवाल के समय में हव्वा को अपने मन पर आश्रय करना पड़ा, मन पर भरोसा करना पड़ा, जिसकी वजह से वो गिर पड़ी। എന്നാൽ ഹവ്വ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടിരുന്നെങ്കിൽ ഹവ്വ ഒരിക്കലും അവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല. हाँ, लेकिन अगर हव्वा अपने आत्मा पर निर्भर किया होता, आत्मा पर आश्रय किया होता, तो वो कभी जवाब नहीं दे पाती थी। അപ്പോൾ നമ്മൾ സംഭവിച്ചെന്താ അറിയാമോ? इधर विषय क्या हुआ? കാരണം ഈ മനസ്സ് എന്നുള്ളത് നമ്മുടെ ദേഹിയുടെ ഒരു ഭാഗമാണ്. क्योंकि हाँ, मन जो है हमारा प्राण का एक भाग है। അതാ ഞാനവിടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. वो इसीलिए मैं वो बात को मैं बताना चाहता हूँ। കാരണം പിന്നെ നമുക്കറിയാം ദേഹിയാണ് നമ്മുടെ ആളത്വത്തിന്റെ അവയവം. हमें जो प्राण जो है वो है हमारा व्यक्तित्व का खास भाग। അപ്പോൾ അതിനകത്ത് 3 കൂട്ടം കാര്യമുണ്ട്. तो ये व्यक्तित्व, ये प्राण जो हमारा जो व्यक्तित्व जो हमारा पहचान है, इस प्राण को 3 भाग है। ഇത് നിങ്ങൾ വളരെ ഓർത്തിരിക്കണം. ये आप लोग याद रखना, ഇത് നമ്മുടെ ആത്മീയത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ये हमारा आत्मिक जीवन के लिए बहुत विशेष बात है। അപ്പം നമ്മുടെ ദേഹിയിലുള്ള ഭാഗങ്ങളാണ് മനസ്സ്, ഇച്ഛ, വികാരം. हाँ, हमारा प्राण का जो 3 भाग है, जो हमारा व्यक्तित्व को पहचान देता है, वो है मन, इच्छा और भावना। माइंड, इमोशन एंड विल। ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. हाँ, ये आप लोग ध्यान से समझना। ഇതാണ് നമ്മുടെ ദേഹിയുടെ 3 ഭാഗങ്ങൾ. ये हमारा प्राण मतलब हमारा जो पहचान को दिखाने वाला व्यक्तित्व का पहचान, जो आइडेंटिटी हम बोलते हैं, पहचान को बोलते हैं, वो इस हमारा प्राण का 3 भागों से प्रकट होता है। അപ്പൊ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യൻ പൂർണ്ണമായും പിന്നെ അവന്റെ ആത്മാവിന് വിധേയമായിരുന്നു. तो हम देखते हैं मनुष्य जब पाप में गिरने से पहले वो पूर्ण रीति से आत्मा के अधीन में था। നമുക്കറിയാം മനുഷ്യന്റെ 3 അവസ്ഥയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ हाँ, मनुष्य का वो 3 अवस्था को जब परमेश्वर का वचन कहता है, അത് ശരീരം, പ്രാണൻ, ആത്മാവെന്നല്ല. वाह, तो जब हमेशा उसको हमारा ये शरीर, फिर प्राण, फिर आत्मा, इस तरह का रीति नहीं उसको कहा गया है। കാരണം ശരീരം ഏറ്റവും നമ്മളിൽ വിലയില്ലാത്ത ഭാഗമാണ്. हाँ, क्योंकि शरीर जो है, हम लोग जो शरीर में जो जी रहे हैं, ये सबसे जो जिसमें सबसे कम दाम वाला है, इसमें ज्यादा मूल्यता नहीं है, उसमें सबसे नीच भाग है वो। ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും വിശദമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളിൽ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. ഇതിലേറ്റവും പിന്നെ വിലപ്പെട്ടതും മുഖ്യമായ ഭാഗം ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ആത്മാവാണ്. हाँ, अगर हमारे अपने भाइयों को अगर हम पूछे कि आत्मा, प्राण और शरीर, ये 3 भागों को अगर क्या विषय में पूछा, 3 भागों में से सबसे पूर्णता या मूल्यवान भाग कौन सा है पूछेगा, तो सब भाई बहन लोग क्या जवाब देंगे? आत्मा है। അപ്പോൾ അവർക്ക് അറിവുണ്ട്. मतलब वो जानकारी उनको है। അത് തന്നെ ദൈവത്തിന്റെ വ്യവസ്ഥ. परमेश्वर का व्यवस्था भी ऐसे ही है। ദൈവം എപ്പോഴും പറയുമ്പോഴെല്ലാം ആദ്യം പറയുന്നത് ആത്മാവ്, പിന്നെ പ്രാണൻ, പിന്നെ ശരീരം. അതാണ് നമ്മൾ 5:23 വായിക്കുന്നത്. यस, तो यही आधार परमेश्वर ने भी रखा है, क्योंकि परमेश्वर मालूम में मूल्यता किसका है, इसलिए परमेश्वर ने सबसे पहला मूल्य आत्मा को दिया, फिर प्राण, फिर शरीर। इसका सबूत के लिए हम 1 थिस्सलुनी उसका 5:23 में जब पढ़ते समय में हमें परमेश्वर शांति देने वाला परमेश्वर तुम्हारा आत्मा को, तुम्हारा प्राण को और तुम्हारा देह यानी कि शरीर को पवित्र रखे। അപ്പോൾ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. मैं उसे पढ़ने का जरूरत नहीं है, ऐसा मैं विश्वास करता हूँ। നിങ്ങൾക്കറിയാം അത് ഈ 3 ഭാഗവും വിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം. हाँ, ये 3 भागों को हमें पवित्रता में संभाले रखना है। അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. अभी आप लोग ध्यान में रखेंगे ना। അപ്പോൾ നമ്മുടെ പ്രാണന്റെ 3 ഭാഗങ്ങളാണ് മനസ്സ്, ഇച്ഛ, വികാരം. हाँ, तो इस तरह हमारा प्राण का जो भाग है, जो हमारा व्यक्तित्व का पहचान है, उसका 3 भाग है, मन, इच्छा, भावना। അപ്പോൾ ഇവിടെ പിശാച് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ तो जब शैतान ने इस तरह सवाल जब पूछा, അവർക്ക് മനസ്സ് പ്രയോഗിക്കേണ്ടി വന്നു. उसको अपना मन का में आश्रय करना पड़ा। അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? उसका फल क्या हो गया? അവള് അവളുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് അവള് ചോദിച്ച ചോദ്യത്തിന് ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാൻ പോലും അവള് മനസ്സ് വെച്ചു. हाँ, तो उसका अवस्था देखो, उसका परिणाम क्या हो गया, क्योंकि उसको मन पे आश्रय करने की वजह से परमेश्वर का वचन और वाणी जो आज्ञा दिया गया था, उस आज्ञा और वाणी में उसने अपना भी बातें मिलाकर जोड़कर उसने अपने मन की बुद्धि से जवाब दिया। അപ്പോൾ നമ്മൾ ചിന്തിക്കണം. उधर हमें तो देखिए जरा, അവിടെ അവൾ എന്ത് ചെയ്തു? അവള് ഈ മനസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവനോട് സംസാരിക്കാൻ ഇടപെട്ടപ്പോൾ അവൾ ദൈവവചനത്തിന് പോലും മാറ്റം വരുത്തി. हमें तो अपने मन पर आश्रय करके मन से उसने मन पे दिमाग लगाकर मन पर आश्रय करके जब जवाब देने के लिए वो गई, तो परमेश्वर का वचन पे बदलावट आया। परमेश्वर ने जो वाणी दिया था उसमें कुछ बातें मिलाकर उसने जवाब दिया। ദൈവം എന്താ പറഞ്ഞിരുന്നേ? परमेश्वर ने क्या आज्ञा दिया था? നമുക്കറിയാം 2:17 2:17 में, उत्पत्ति 2:17 में, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. तो उधर पढ़ेंगे 17 का 2:17। पर भले या बुरे के ज्ञान का
जो वृक्ष है उसका फल तो कभी न खाना, क्योंकि जिस दिन तो उसका फल खाएगा उसी दिन अवश्य मर जाएगा। അപ്പോൾ ഇതാണ് കർത്താവ് ദൈവം പറഞ്ഞത്. तो ये परमेश्वर ने कहा था, എന്നാൽ ഇവിടെ ഈ ഔവ എന്താ ചെയ്തത്? लेकिन इधर हव्वा ने क्या किया? ഔവ ശൈത്താന്റെ ചോദ്യം വന്നപ്പോൾ അവളുടെ മനസ്സുമായി അവൾ സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് അവൾ എന്താ ഉത്തരം കൊടുത്തത് അറിയാമോ? तो इधर हव्वा ने, क्योंकि प्रभु का जो वाणी दिया था उस वाणी के हिसाब से उसको शैतान का सवाल जब उसके सामने आया, उस सवाल को उसने अपने मन के साथ, उसने मन पर आश्रय करके परमेश्वर का वचन जो किस रीति से होना चाहिए उसका जवाब देखो उसने कैसा दिया। അതിന് 2-3 വാക്യം. उसका तीसरा अध्याय का 2 और 3. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ ദൈവം പറയാത്തതിനും കൂടെ അവൾ പറഞ്ഞു. पढ़ेंगे 3 का 2 और 3. हाँ. स्त्री ने सर्प से कहा, इस वाटिका के वृक्षों के फल हम खा सकते हैं, पर जो वृक्ष वाटिका के बीच में है उसके फल के विषय में परमेश्वर ने कहा है कि न तो तुम उसको खाना और न उसको छूना, नहीं तो मर जाओगे। हाँ देखो, उधर एक जो बात प्रभु का वचन वो जो आगे पहला बोला गया था उसमें एक बात उसने जोड़कर उसने कह दिया. അതുകൊണ്ട് ഇവിടെ ശത്രുവിന് ഒന്നുകൂടെ മുഖാന്തരം വാതിൽ തുറന്നു കൊടുത്തു. जिसकी वजह से इस तरह इस रीति का जवाब के वजह से सर्प को या शैतान को उसके अंदर का और भी शक्ति की रीति से कार्य करने के लिए एक जरिया बन गया, दरवाजा उसके अंदर खुल गया. നോക്കണം, കാരണം ഒന്നാമത്തെ കാര്യം അവള് അവനുമായി സംഭാഷിക്കാനേ പാടില്ലായിരുന്നു. सबसे पहले बात, हव्वा को उस सर्प के साथ बात करने का कोई भी कारण जरूरत नहीं है. എന്നാൽ അവളെ സംഭാഷണം ഇടപെട്ടത് തന്നെ ദൈവവചനത്തിന് വിരുദ്ധമായി പോയി. तो लेकिन वो बात करने के लिए शुरू किया, मतलब वो सवाल का जवाब उत्तर देने गया ही परमेश्वर के विरुद्ध की ही बात है वो. ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഇത് വളരെ ആഴത്തിൽ നിന്ന് പഠിക്കണം. इसके लिए प्रिय, ये हमारा मनुष्य जीवन में हम रीति में जीते समय में एक बहुत गहराई से समझने वाली बात है. നമ്മളിത് ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി അതിന് തക്കവണ്ണം കർത്താവിന് യോഗ്യമായി ജീവിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടം വരും. तो ये बात, ये तत्व अगर अभी हम लोग नहीं समझेंगे तो हमें अनंतता, और हम लोग गलती कर बैठेंगे, गिर जाएंगे, जिसकी वजह से हमें अनंतता में हानि उठाना पड़ेगा. അപ്പോൾ ഇവിടെ പിന്നെ പിശാചിന് മനസ്സിലായി ഇവൾ വീണ് കഴിഞ്ഞു. तो अभी शैतान को मालूम पड़ गया ये गिर गई, ഇവളുടെ കാല് തെറ്റി കഴിഞ്ഞു. तो इसका ये ऑलमोस्ट फिसल गई. ഒന്നുകൂടെ അവൾക്ക് ധൈര്യം പകരുക. പിന്നെ तो अभी वो क्या कर रहा है, अब वो अपना साहस दिखाकर उस पर उसको थोड़ा और उत्तेजना कर रही है. പാമ്പ് സ്ത്രീയോട്, അതിന്റെ 4-5, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങൾ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അവരെ ഓൾറെഡി ദൈവത്തെ പോലെയല്ലേ സൃഷ്ടിച്ചത്. ഇപ്പൊ അവൻ പറയാണ്, നീ ഇത് തിന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ആകും. तब सर्प ने स्त्री से कहा, तुम निश्चय न मरोगे, वरन परमेश्वर आप जानता है कि जिस दिन तुम उसका फल खाओगे उसी दिन तुम्हारी आंखें खुल जाएगी और तुम भले बुरे का ज्ञान पाकर परमेश्वर के तुल्य हो जाओगे. तो उधर देखो, सर्प अभी क्या कर रहा है, वो अपने चतुराई से उस और एक बात बोलकर सर्प को उत्साह कर और उसको उत्साहने का कोशिश कर रहा है. अभी देखो, परमेश्वर ने जब मनुष्य को बनाया, उनका रूप और स्वरूप से ऑलरेडी परमेश्वर को रूप और स्वरूप से बनाया था. तो अभी लेकिन अभी क्या बोल रहे हैं, तुम उनके समान बन जाए, और कितना समान बनने का जरूरत है, ऑलरेडी उनके रूप में तो बनाए गए हैं. നമ്മൾ ഒരു കാര്യം ഇവിടെയൊക്കെ ശത്രു വഞ്ചിക്കുന്നത് എത്ര ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. देखो कितना भयानक रीति से शैतान हमको धोखा दे रहा है. എന്നിട്ട് അവള് ഇപ്പോൾ ഹവ്വ ചില നിരൂപണങ്ങളിലേക്ക് പോവുകയാണ്. अभी वापस वो अपने चिंताओं में, आग्रहों में वो चली गई, वापस विचारों में. അതാണ് നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്. वही वाक्य 6 में पढ़ते हैं. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. अतः जब स्त्री ने देखा कि उस वृक्ष का फल खाने के लिए अच्छा और देखने में मन भाव और बुद्धि देने के लिए छाने योग्य भी है, तब उसने उसमें से तोड़कर खाया और अपने पति को भी दिया. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ അനേക വിഷയങ്ങൾ പഠിക്കാനുണ്ട്. इसी बात में बहुत से बातें हम सीख सकते हैं. ഒന്നാമത്തെ കാര്യം, പിശാചിന്റെ എപ്പോഴും അവന്റെ പ്രവർത്തന ശൈലി, അവന്റെ പ്രവർത്തന രീതി വെളിയിൽ നിന്നും അകത്തേക്കാം. हाँ देखो, अभी शैतान जब भी उसका वो जब क्रिया करते समय में उसका क्रिया करने का तरीका कैसा है, मतलब किस रीति से हमारे ऊपर वो अटैक करता है, वो हमेशा बाहर से हमारे अंदर, हमारे प्राणों में लेकर आने के लिए बाहर से वो कार्य करता है. അപ്പോൾ ഫലം തിന്നാൻ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്നറിയോ, ശരീരത്തോടുള്ള ബന്ധത്തിലാണ് അവൻ ആദ്യം ഇടപെടുന്നത്. तो हाँ, तो अभी फल खाने का विषय में वो शैतान आकर चतुराई दिखाया. मतलब क्या, हव्वा क्या करना चाहिए, अपना शरीर से एक क्रिया करके वो फल खाना चाहिए. അപ്പോൾ പിശാചിന്റെ പരീക്ഷ എപ്പോഴും ഒന്നാമത് മനസ്സിലാക്കണം,
അത് ശരീരത്തിലുള്ള ബന്ധത്തിലാണ്. तो इसके लिए शैतान जब भी आकर हमें परीक्षा करेगा या हमें गिराने देखेगा, वो क्या करेगा? हमें शरीर से उकसाने का कोशिश करेगा. ശരീരത്തോടുകൂടെ പിന്നെ ദേഹിയിലേക്ക് വരും, तो वो शरीर से उत्साह कर हमारा प्राण पर कब्जा करेगा ഒടുവിൽ ആത്മാവിലേക്ക് വരുന്നു. और फिर इसके बाद वो प्राण आत्मा को गिरा देगा या आत्मा में आएगा. അപ്പോൾ ഇവിടെ അവ എന്താണ് ചിന്തിച്ചത്? तो इधर हव्वा ने क्या सोचा? നമ്മൾ 6-ാം വാക്യത്തിൽ കണ്ടു, उसका 6वां वाक्य में हम देखा ആ വൃക്ഷഫലം തിന്മാൻ നല്ലതായിരുന്നു. ഇതാണ് ജഡമോഹം. तो ये इधर वो क्या देखी कि उसको खाने के लिए, भोजन के लिए अच्छा फल है करके वो देखा. ये क्या है? शरीर की अभिलाषा. നമ്മൾ चिंतिക്കണം. हमें देखना है. നമ്മൾ ഇന്നലെ വായിക്കുകയുണ്ടായി, നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. हमने पहला यूहन्ना में हमने पढ़ा था ना, संसार और संसार की बातों से प्रेम ना करें. എവിടെ? 1 യോഹന്നാൻ 2:15. पहला यूहन्ना 2:15 में हमने पढ़ा था. നമ്മൾ ഇന്നലെ 1 യോഹന്നാൻ 2:15 17 വായിച്ചു. हाँ, पहला यूहन्ना 2:15 और 17 भी हमने पढ़े थे, എന്നാൽ ഇടയ്ക്കുള്ള 16 നമ്മൾ വായിച്ചില്ല. लेकिन 16 वाक्य हमने नहीं पढ़ा. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? उधर क्या लिखा है? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് 3 കാര്യങ്ങളും ദൈവത്തിൽ നിന്നല്ല, അത് ദുഷ്ടനിൽ നിന്ന് വരുന്ന. पढ़ेंगे. जो कुछ संसार में है, हाँ। अर्थात शरीर की अभिलाषा हाँ। और आंखों की अभिलाषा हाँ। और जीविका का घमंड हाँ, ये सब. पिता की ओर से नहीं, हाँ। परंतु संसार ही की ओर से हाँ, है। देखो संसार की ओर से मतलब शैतान देने वाला एक बात है. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. अभी एक बात खास रीति से समझना. ഈ ലോകത്തിൻ്റെതായ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് ശത്രു അതിനെ ഒരു ഉപകരണമാക്കിയും മനുഷ്യനെ എന്ത് ചെയ്യാണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 വലയാണ് പിശാച് മനുഷ്യനെ തകർക്കാൻ ഉപയോഗിക്കുന്ന വല. तो शैतान क्या करता है? इस संसार की बातों को, संसार की चीजों को लेकर वो उसे अपना हथियार बनाकर मनुष्य को गिराने के लिए हमारा आंखों की हमारा प्राण, शरीर की अभिलाषा, हमारा आंखों की अभिलाषा और हमारे जीविता के घमंड को उकसाने के लिए, हमें गिरा देने के लिए एक हथियार यानी कि एक जाल जो इस्तेमाल करता है, वो संसार से लेकर आता है. അപ്പൊ ഇവിടെ നമ്മൾ 33:6 വായിക്കുമ്പോൾ अभी हमने उत्पत्ति का 3:6 में हमने जो पढ़ा, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതായിരുന്നു, അതാണ് ജഡമോഹം. वो वृक्ष का फल को खाने के लिए अच्छा है करके उसको जो विचार आया, वो किसके बात के लिए था? उसका शरीर के विषय के लिए था. ഒന്നാമത് അവളുടെ ജഡത്തെ സ്പർശിച്ചു. सबसे पहला उस सर्प ने उसका शरीर को छुआ. രണ്ടാമത് അത് കാണുവാൻ ഭംഗിയുള്ളതായിരുന്നു, ഇത് കൺമോഹമാണ്. हाँ, दूसरा है देखो वो देखने के लिए कितना अच्छा है, प्रिय है करके जाना, मतलब उसका आंखों का अभिलाषा को उत्साह. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? आप लोग ध्यान से देख रहे हैं, समझ रहे हैं ना? നോക്കിയപ്പോൾ കൊള്ളാം, നല്ല സുന്ദരൻ, നല്ല ലാൽ പറയല്ലേ, നല്ല ചുമന്ന്, നല്ല ചോര കൊടുക്ക. तो उसने वो फल को देखकर बोला, अरे वाह कितना अच्छा है, शायद स्वादिष्ट है, कितना अच्छा लाल रंग का है, स्वादिष्ट हो सकता है बोलकर वो आंखों से देखकर वो फल क्या होगा, खूबसूरत अच्छा लगने लगा. അതാണ് കൺമോഹം. वो है आंखों का अभिलाषा. നമ്മളിങ്ങനെ എന്തെല്ലോ കണ്ടുകൊണ്ടാണല്ലേ കൺമോഹത്തിലേക്ക് പോയി വീഴുന്നത്. हम लोग इसी तरह संसार की कितने बातों को देखकर हमारा आंखों की अभिलाषा को पूरा करने के लिए हम जाते हैं. എന്നിട്ട് അവൾ ചിന്തിച്ചപ്പോൾ ഇത് ജ്ഞാനം പ്രാപിപ്പാൻ ഗാമ്യമായിരുന്നു. और ये ज्ञानी बनाने के लिए बहुत सामर्थ्य है करके ये बात का भी आग्रह उसके अंदर आया. ഇതാണ് ജീവനത്തിന്റെ പ്രതാപം. यही है जीविताय का घमंड. Praise the Lord. അപ്പോൾ ഇവിടെ ഈ 3 കൂട്ടം കാര്യങ്ങളിലൂടെ ശത്രുവിനെ വഞ്ചിച്ചു. इस तरह ये 3 बातों से सर्प ने उसको धोखा दिया, അപ്പോൾ അവളുടെ ദേഹി അതിനുവേണ്ടി വളരെ ശക്തമായി ഉപയോഗിച്ചു. जिसके वजह से वो उसने अपना प्राण को बहुत शक्ति रीति से इस्तेमाल किया. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. एक बात समझना है, ഇങ്ങനെയുള്ള തീരുമാനത്തിലൂടെ വരുന്ന മനുഷ്യന്റെ വികാരം വളരെ അപകടകാരിയായ ഒരു യജമാനാണ്. इस तरह का रीति का जब हमारा मन इस तरह उत्साह होकर से हमारा प्राण जब ऐसा लेता है, ये बहुत धोखा दे रहा अवस्था बन जाता है. एक ऐसा मालिक बन जाता है जो हमें धोखा देगा. അപ്പോൾ അവൾക്ക് പറയാനുള്ളത് പാമ്പായിരിക്കുന്നത്. നമ്മൾ 33:13 എന്താ വായിക്കുന്നത്? अब उत्पत्ति का पुस्तक 3:13 में स्त्री क्या जवाब देती है? യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയെന്നാ പറഞ്ഞത്. तो स्त्री क्या कहती है कि सर्प ने मुझे धोखा दिया और मैंने खा लिया. Praise the Lord. അവൾ വഞ്ചിക്കപ്പെട്ടു. और वो धोखादायक हो गए. നമ്മൾ നോക്കണം, അവള് വഞ്ചിക്കപ്പെട്ടു. वो सर्प ने उसको धोखा दिया, मतलब वो धोखे में गिर गई. പിശാച് പിന്നെ ഹവ്വായെ വഞ്ചിച്ചു. आप देखते हैं सर्प ने क्या किया, उसने हव्वा को धोखा दिया. പ്രിയമുള്ളവരെ, നമ്മളും ഈ ലോകത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ജഡത്തിലാണ്. इसी तरह हम भी इस दुनिया में जीते समय में हम शारीरिक रीति से जीते हैं. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, इसलिए हमें एक बात समझना है, വഞ്ചിക്കപ്പെടാനുള്ള മുഴുവൻ ചാൻസ് ഉണ്ട്. धोखा में गिरने का पूरा अवसर है. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, इसलिए
നമ്മുടെ ശത്രുക്കൾ ലോകം, ജഡം, പിശാച്. इसके लिए मैंने कल आप लोगों से मैंने ये बात बताया था, हमें हमारे आत्मिक उन्नति के बढ़ोतरी के लिए 3 बातें जो रुकावट है, एक शत्रु बनकर खड़ा है, वो है संसार, हमारा पापमय शरीर और शैतान. അപ്പോൾ നമ്മള് ലോകത്തെ കുറിച്ച് കണ്ടപ്പോൾ നമ്മൾ കണ്ടു അത് പുറമേയുള്ള ശത്രുവാണ്. हाँ, संसार के विषय में देखा जाए तो संसार क्या करता है, संसार का शक्ति का खासियत क्या है, वो बाहर से हमें आक्रमण करता है. എന്നാൽ ജഡം എന്നുള്ളത്, लेकिन ये पापमय शरीर जो है, ഇത് നമ്മുടെ ഉള്ളിലുള്ള ശത്രു. ये हमारा अंदर का शत्रु है. ശ്രദ്ധിക്കണം, ध्यान से सुनना. ഒന്ന് പുറമേയുള്ള ശത്രു, एक बाहर का शत्रु, 2 ഉള്ളിലുള്ള ശത്രു. एक हमारा अंदर का शत्रु. അതുകൊണ്ട് തന്നെ ജഡത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കണം. इसके लिए हमारा शरीर के विषय में हमें समझना है. നമ്മൾ റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, रोमियो का पुस्तक 13 का 14 जब पढ़ते समय में നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് എന്നോട് കൂടെ വരണേ. आप एकदम प्रार्थना पूर्वक मेरे साथ रहना. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. उसका 13 का 14 पढ़ेंगे रोमियो. प्रभु यीशु मसीह को पहन लो हाँ। और शरीर की अभिलाषाओं को पूरा करने का उपाय न करो. हाँ, അപ്പോൾ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. तो मतलब मोह उत्साह होने का विषय के लिए हमारे शरीर को हम लोग ना करें, मौका ना दे. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, അനേക വിശുദ്ധന്മാർ തകർന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് ജഡമോഹങ്ങൾ. सभी पवित्र जन वो अक्सर अधिक पवित्र जन जिस विषय में गिर जाता है वो है शरीर की अभिलाषा. അറിയുന്നവരെ, നമ്മുടെ ജഡത്തിന്റെ രക്ഷ ഇതുവരെ നടന്നിട്ടില്ല. क्योंकि हमारा देह का उद्धार अभी तक हुआ नहीं है നമ്മുടെ പ്രാണന്റെ രക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. और हमारा प्राण का उद्धार होते जा रहा है. എന്നാൽ ഈ ജഡത്തിന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുവാനായിട്ട് ശത്രു പ്രാണനെ ഉപയോഗിക്കും. इसके लिए ये हमें പിന്നെ പറയാം. ജഡത്തിന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ ശത്രു പ്രാണനെ ഉപയോഗിക്കും. हाँ, तो इसके लिए हमारा कमजोरियों का फायदा उठाने के लिए सर्प हमेशा हमारे प्राण को इस्तेमाल करेगा. ഇവിടെ ഒരു വിലപ്പെട്ട കാര്യം ഞാൻ പറയാം. यहाँ पर एक मूल्य बात मैं बताना चाहता हूँ. ദൈവത്തിനാണെങ്കിലും പിശാചിനാണെങ്കിലും നമ്മുടെ പ്രാണൻ സമ്മതം ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. अभी परमेश्वर हो या शैतान हो, जब तक हमारा प्राण से हमारी इच्छा से अनुमति नहीं आता तब तक वो हमें इस्तेमाल नहीं कर सकता. വളരെ ശ്രദ്ധിക്കണം. ध्यान से समझना. അപ്പോൾ നമ്മുടെ സ്വയം അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ എന്നുള്ളത് സമ്മതിക്കാതെ ദൈവത്തിനോ പിശാചിനോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. तो हमारा प्राण में जो इच्छा बात है ना, वो इच्छा जब तक अनुमति नहीं देता, परमेश्वर हो या सर्प हो, शैतान हो, वो हमें उपयोग नहीं कर सकता. അപ്പോൾ നമുക്ക് അവിടെ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ജഡവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മമുള്ളവരായിരിക്കണം. इसके लिए इस विषय में हमें शारीरिक विषयों में जब आते समय में बहुत ही संभाल कर रहना है. ക്രിസ്തുയേശുവിനോട് ഒരു പ്രത്യേകത നമുക്കറിയാലോ. ഗലാത്യർ 5:24 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. गलतियों का पुस्तक 5 का 24 में, गलेशियंस 5:24 में मसीह के विषय में प्रभु मसीह लोगों को एक बात कहता है. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. पढ़ेंगे गलतियों 5:24. जो मसीह यीशु के है, उन्होंने शरीर को उसकी लालसाओं और अभिलाषाओं समेत क्रूस पर चढ़ा दिया है. അപ്പോൾ ഞാൻ പറയട്ടെ, നല്ല നല്ല ആത്മീയരായിരിക്കുന്ന ജനങ്ങൾ പോലും വഞ്ചിക്കപ്പെട്ടത് ജഡാഭിലാഷങ്ങളിലൂടെയാണ്. अब जानते हैं अच्छे विश्वासी लोग जो सीधा रास्ते में चलते हैं, उन लोग भी भटक जाते हैं जब शरीर की अभिलाषा का विषय आता है. तो എന്തിന് നമുക്കറിയാം, പഴയ നിയമത്തിലെ വളരെ ജ്ഞാനിയായ മനുഷ്യനാണല്ലോ ശലോമോൻ. हम देखते हैं कि पुराने नियम में जो सबसे ज्ञानवान व्यक्ति था सोलोमन, എത്ര നല്ല ഉപദേശങ്ങൾ തന്നെ, कितना अच्छा उपदेश उसने दिया है. എന്നാൽ തന്റെ पिताവിനെ പോലെ ദൈവസന്നിധിയിൽ തന്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. लेकिन उसका अवस्था भी देखो, वो उसके पिता के समान उसका मन भी परमेश्वर के निमित्त एक नहीं था. ചിന്തിക്കണം, समझना है ये बात को. എവിടെയാണ് ശലോമോൻ തകർക്കപ്പെട്ടത്? सोलोमन कहाँ पर गिरा? തന്റെ ജഡാഭിലാഷത്തിൽ. उसका शारीरिक अभिलाषाओं में था. ജഡാഭിലാഷത്താൽ താൻ തകർന്നുപോയി. शारीरिक अभिलाषाओं से वो गिर गया. എത്രമാത്രം നല്ല ഉപദേശങ്ങളാണ് നൽകി. इतना अच्छा उपदेश और आज्ञा उसने बातें बताया था उसने. അതുകൊണ്ട് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേരില്ല. इसकी वजह से विश्वास की वीरों के में उसका नाम नहीं है. നമുക്കറിയാം, നമ്മള് 1 രാജാവ് 11-ാം അധ്യായം വായിക്കുമ്പോൾ, पहला राजा 11 अध्याय, അപ്പോൾ അവിടെ ദൈവം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത് ശലോമോൻ നല്ലവണ്ണം അറിയാം. तो वहां पर परमेश्वर ने जो आज्ञा उसको दिया गया था वो सोलोमन अच्छी तरह से जानता था. എന്നാൽ ശലോമോൻ ഒരു ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള വലിയ തെളിവാണ്. लेकिन यहाँ पर सोलोमन जो है अपने शरीर पर भरोसा करके निर्भर करके जीने वाला व्यक्ति है करके एक अच्छा सबूत है ये वाक्य आप जो पढ़ने वाले हैं. നമ്മൾ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1 രാജാവ് 11-ന്റെ 1 മുതൽ 4 വാക്യം വരെ 4 വാക്യം വായിക്കുമ്പോൾ
पहला राजा 11 का 1 से 4 जब पढ़ते हैं ഈ ശലോമോന്റെ ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണ്. वहां पर सलोमोन के रिश्ता के बारे में हम देखते हैं. അവൻ അനേക ജാതികളായ സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു. वो बहुत से अन्य जाति की स्त्रियों से उसने विवाह किया था. അപ്പോൾ അവരോട് കൂടി കലർച്ച അരുത് എന്ന് ദൈവം കൽപ്പിച്ചതാണ്. परमेश्वर ने कहा था इस तरह रीति से अन्य जाति के साथ तू जुड़ नहीं जाना करके परमेश्वर ने आज्ञा दिया था. എന്നാൽ കാരണം എന്ന് വെച്ചാൽ അവന്റെ ഹൃദയം അവർ മറ്റന്യ ദേവന്മാരിലേക്ക് വശീകരിക്കും. और क्या होगा, ऐसा होगा तो तुम्हारा मन तुम्हारा हृदय अन्य देवों में चले जाएगा करके परमेश्वर ने पहले ही कहा था. എന്നാൽ നമ്മളോട് വായിക്കുന്നത് ശലോമോന്റെ ഹൃദയം ശലോമോൻ അവരെ സ്നേഹത്താൽ അവരോട് പറ്റിച്ചേർന്നു. लेकिन क्या हो गया, सोलोमोन का अवस्था प्रेम की वजह से वो अन्य स्त्रियों के साथ वो जुड़ गया. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. उसका 11 का 3 पढ़ेंगे. उसके 700 रानियां और 300 रखेलियां हो गई थी. हाँ बस. हाँ उसका स्त्रियों ने क्या किया, पत्नियों ने आगे और उसकी इन स्त्रियों ने उसका मन बहका दिया. അപ്പോൾ അവന്റെ ഈ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. इस पत्नियों ने क्या किया, उसके हृदय को गिरा दिया. मतलब उन लोग ने बहुत दिलाकर उसको खींच के प्रभु से दूर कर दिया. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യ ദേവന്മാരിലേക്ക് വശീകരിച്ചു. वाक्य 4 पढ़ेंगे शुरुआत. जब सुलेमान बूढ़ा हुआ तब उसकी स्त्रियों ने उसका मन पराये देवताओं की ओर बहका दिया. देखो पराये देवता अन्य देवों के ऊपर भटका दिया. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. उसी का आगे पढ़ना. और उसका मन अपने पिता दाऊद के समान अपने परमेश्वर यहोवा पर पूरी रीति से लगा न रहा. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഹൃദയം ദൈവത്തോട് ഏകാഗ്രമാണോ എന്നാ ദൈവം നോക്കുന്നത്. इसके लिए प्रभु एक बात देखता है कि हमारा मन परमेश्वर की ओर एक है क्या नहीं, एक सीधा अवस्था में है क्या नहीं देखेगा. നമുക്കറിയാം ആ തലമുറകളെ കുറിച്ചൊക്കെ പറയുമ്പോഴെല്ലാം ദാവീദിനെയാണ് അവിടെ എടുത്തു പറയുന്നത്. तो आगे का वंश के बारे में अगर हम देखा जाए तो उधर वंश के विषय में भी पीढ़ी के बारे में देखा तो दाऊद को ही खास उठाकर बोला गया है. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചാൽ उसका पहला राजा 15 का 3 में आप पढ़ते हैं. അബിയാമിനെ കുറിച്ച് പറയുന്നത് അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. 15 का 3 पढ़ेंगे. वो वैसे ही पापों की लीक पर चलता रहा जैसे उसके पिता ने उससे पहले किए थे, और उसका मन अपने परमेश्वर यहोवा की ओर अपने बाप दादा दाऊद के समान पूरी रीति से लगा न रहा. ये यहाँ पर अबियाम राजा के बारे में कहता है. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നമുക്ക് തുടർമാനമായിട്ട് കാണാൻ കഴിയും. और ये बात नीचे जैसे आगे पढ़ेंगे सब जगह पर ये एक रीति को हम देख सकते हैं. അവിടെയൊക്കെ ഒരു മാതൃകയായിട്ട് വെച്ചിരിക്കുന്നത് ദാവീദിന്റെ ജീവിതം. तो ये सब राजाओं के जीवन का आदर्श उनका परदादा दाऊद को रखा है. ദാവീദിന്റെ ജീവിതത്തിൽ കുറവില്ലെന്നല്ല, दाऊद का जीवन में कमी घटी नहीं है, ऐसा नहीं है प्रयोग. ദാവീദിന്റെ ജീവിതത്തിൽ കുറവുണ്ടായി. दाऊद के जीवन में भी कमी था. എന്നാൽ താനത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് താൻ ഉപേക്ഷിക്കുകയും താൻ മാനസാന്തരപ്പെടുകയും ചെയ്തു. लेकिन दाऊद क्या करता था, सारा गलतियों को वो प्रभु की उपस्थिति में आकर बन फिराता था, वो सब बातों को छोड़कर और प्रभु के साथ सीधाई में जीता था. കാരണം നമ്മൾക്കറിയാം ആ 1 രാജാവ് 15-ന്റെ 5-ാം വാക്യം വളരെ വിശേഷപ്പെട്ട ഒരു വചനമാണ്. उधर राजा 15-ന്റെ 5 सॉरी पहला राजा 15 का 5 उधर एक खास बात वहां पर देखते हैं. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. दाऊद पढ़ेगी शुरुआत का भाग. ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചത് ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. पूरा पढ़ना. दाऊद वो किया करता था जो यहोवा की दृष्टि में ठीक था, और हित्ती उरिया की बात के सिवाय और किसी बात में यहोवा की किसी आज्ञा से जीवन भर कभी न मुड़ा. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. तो एक बात हमें समझना है. അപ്പോൾ ഇവിടുത്തെ വലിയ വിഷയം എന്ന് പറഞ്ഞാല് ദാവീദിനെയാണ് ഇവിടെ എപ്പോഴും ദൈവം എടുത്തെടുത്ത് ഊന്നി പറയുന്നത്. तो यहाँ पर एक बात है, दाऊद एक ऐसा व्यक्ति है जो बार बार बाकी राजाओं के वंश के विषय में बोलते समय में उनका परदादा दाऊद जो है एक अच्छा व्यक्ति है बोलकर दाऊद को एक अच्छा सबूत के नमूने के रूप में रखा था. എന്നാൽ തൻ തെറ്റും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. और वो गिरा भी है, गलती किया भी, वो भी बोला है. എന്നിട്ട് പറയാണ് അവൻ തന്നോട് കൽപ്പിച്ചത് ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആ ദൈവത്തോട് വിട്ടുമാറിയിട്ടില്ല. और उसके बाद अपने जीवन भर कभी भी वो प्रभु से दूर नहीं हुआ, ये भी लिखा है. എത്ര ശ്രേഷ്ഠമാണ്. कितना श्रेष्ठ बात है. നമ്മൾ 1 രാജാവ് 9-ന്റെ 4 വായിക്കുമ്പോഴും पहला राजा 9 का 4 में हम पढ़ते हैं. फर्स्ट किंग्स 9:4. ദൈവം കൊടുക്കുന്ന ഒരു നല്ലൊരു ഉത്തരവാദിത്തമായിരുന്നു. वहां पर शलोमोन को परमेश्वर एक बहुत बड़ा एक जिम्मेदारी दे रहा है उसको. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുൻപാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ
നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ അവിടെ പ്രത്യേകം എടുത്ത് ദൈവം ശലോമോന് പ്രത്യക്ഷനായി പറയുകയാണ്. तो यहाँ पर खास रूप में परमेश्वर प्रकट होकर क्या कहता है, यदि तो अपने पिता दाऊद के समान हाँ। मन की खराई हाँ। और सिधाई से अपने को मेरे सामने जानकर चलता रहे हाँ। और मेरी सब आज्ञाओं के अनुसार किया करे और मेरी विधियों और नियमों को मानता रहे। हाँ बस बस बोला दाऊद के समान करके बोला है. देखो അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. एक बात समझना है, ദാവീദിനെ എടുത്ത് അവന്റെ മകനായ ശലോമോന് മുമ്പിൽ എടുത്ത് കാണിച്ച് പറഞ്ഞു കൊടുത്തിട്ടും ശലോമോൻ സൂക്ഷിച്ചില്ല. अब देखो दाऊद को खुद जो उसका पिता दाऊद है, ये दाऊद तुम्हारा पिता किस रीति से जिया करके उसका पिता को एक नमूना के रूप में सामने रखकर प्रकट करके बताने के बाद भी हम देखते हैं सोलोमन वो उस रीति से नहीं चला. ഇന്ന് ദൈവമക്കൾക്ക് ഉപദേശങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണോ? क्या आज परमेश्वर के लोगों को सही रीति का उपदेश मिलता नहीं है, इसके लिए गिर रहे हैं क्या? അല്ല, ऐसा नहीं है, അവരുടെ അറിവുണ്ട്. क्योंकि वो लोग प्रभु के विषय में अच्छा जानकारी है. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം, നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ നമ്മൾ ജഡത്തിന്റെ ഇഷ്ടത്തിന് ഒരിക്കലും നമ്മളെ തന്നെ ഏൽപ്പിക്കരുത്. अब इसके लिए हम लोग शरीर में जीते समय में शरीर की इच्छाओं को और अभिलाषाओं को कभी उसको पूरा करने के लिए ना दे. നമ്മൾ റോമാലേഖനം 8:13 വായിക്കുന്നു, रोमियो 8:13 में हम पढ़ते हैं, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. यदि तुम शरीर के 8:13 आप पढ़ो. यदि तुम शरीर के अनुसार दिन काटोगे तो मरोगे, यदि आत्मा से देह की क्रियाओं को मारोगे तो जीवित रहोगे. അപ്പോൾ നമ്മൾ ഇവിടെ വചനം ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മരിക്കും നിശ്ചയം. हमें इसके लिए वचन एकदम तख्त करके एकदम पक्का करके हम लोग को चेतावनी देकर कहता है, यदि तू शरीर के पीछे अगर भागेगा तू मरेगा निश्चय. അപ്പോൾ നമ്മൾ ജഡത്തെ അനുസരിക്കുകയാണോ അതോ ആത്മാവിനെ അനുസരിക്കുകയാണോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ तो പരിശോധിക്കും. इसलिए आज हमें परखना है कि क्या मैं शरीर के बात को मैं चल सुनकर जा रहा हूँ या आत्मा की बातों को सुनकर जी रहा हूँ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, अब एक बात समझना है, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതിൽ നമുക്ക് ആത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നതിൽ നമ്മൾ ഉത്സാഹിക്കണം. हमें प्रभु के बातों को मानने के लिए आत्मा में आधीन होकर चलने का बातों को उत्साह होना जरूरी है, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാണന്റെ രക്ഷയെ നമ്മൾ നഷ്ടമാക്കും. या फिर हमारा प्राण के उद्धार को हम खो बैठेंगे. ഇവിടെ പത്രോസിനെ പറയുന്ന ഒരു കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കാൻ आग्रहिക്കുന്നു. पत्रोस से जो एक बात का मैं उठाकर मैं कहना चाहता हूँ. 2 പത്രോസ് 2:9-10. दूसरा पत्रोस 2 अध्याय 9 और 10. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്നും വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിന മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായം വിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. बहुत चेतावनी है. दूसरा पत्रोस 2 अध्याय उसका 9 और 10. तो प्रभु भक्तों को परीक्षा में से निकाल लेना और अधर्मियों को न्याय के दिन तक दंड की दशा में रखना भी जानता है. हाँ. विशेष करके उन्हें जो अशुद्ध अभिलाषाओं के पीछे शरीर के अनुसार चलते और प्रभुता को तुच्छ जानते हैं. ദൈവമക്കളെ, നമ്മൾ ഇത് വളരെ സൂക്ഷിക്കണം. यहाँ इस बातों में हमें एकदम ध्यान से संभलना है प्रियो. നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ആരെ അനുസരിച്ചാണ് ജീവിക്കുന്നത്? हम लोग वास्तव में किसका बात सुनकर हम जीते हैं? ഇന്ന് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? क्या हम लोग आत्मा का बात सुनकर जी रहे हैं क्या? ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. अगर मसीह का आत्मा हमारे अंदर है तो मसीह का आत्मा का बातें सुनकर जीना हम लोग जिम्मेदार है. നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും പരീക്ഷകൾ ഉണ്ടാവും. हम लोग ये बात तो सच है, हमारे जीवन में परीक्षाएं तकलीफ आएगा, എന്നാൽ അവിടെ എല്ലാം കർത്താവ് നമ്മൾ വിടുവിക്കുന്നു. लेकिन ये सब बातों से प्रभु छुड़ाएगा करके अभी हमने पढ़ा. എന്നാൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് ജഡത്തിന്റെ വികാരങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ ദൈവം ഒന്നും ചെയ്യല. അങ്ങനെയുള്ളവരെ ദൈവം ന്യായവിധിക്ക് വേണ്ടി കാക്കുന്ന പറയുന്നത്. तो ऐसे लोगों को जो जानबूझकर अपने शारीरिक अभिलाषा को उत्साह को पूरा करने के लिए उसके पीछे जाएगा, उन लोगों को प्रभु न्याय के लिए संभाल रहा है करके हमें पढ़ा. വളരെ സൂക്ഷിക്കുക. इसलिए ध्यान से समझना. അങ്ങനെയുള്ളവരെ അവരെ കർത്തൃത്വത്തെ നിന്ദിക്കുന്നു, അവരെ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, അവരെ ദൈവം എന്ത് ചെയ്തു? ദണ്ഡനത്തിനായി അവരെ കാക്കുവാൻ ദൈവത്തെ അറിയാം. तो वो लोग की अवस्था क्या है? वो लोग अधिकारियों के विरुद्ध वो लोग रहते हैं, आत्मा का बात नहीं सुनता. ऐसे लोगों को प्रभु न्याय के दिन कैसा अवस्था रखना है संभाल के रखते हैं उनको. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജഡത്തിന്മേൽ നമ്മൾ ജയമെടുക്കണം. इसके लिए हर एक दिन हमें अपना शारीरिक अभिलाषाओं से हमें विजय पाला है. നമ്മൾ ഇന്നും ജഡത്തിൽ ജീവിക്കുകയാണ്. हम लोग आज भी शरीर में जी रहे हैं, ജഡത്തിനനുസരിച്ച് ജീവിക്കരുത്. लेकिन शरीर के अनुसार ना जी. അത് സൂക്ഷിക്കണം. वो बात को संभालना है, ഈ ജഡത്തിലൂടെ എപ്പോഴും ദൈവത്തിന് വിരുദ്ധമായിട്ട് അനേക കാര്യങ്ങൾ എഴുതിട്ട് വരും. क्योंकि ये शरीर के से प्रभु के विरुद्ध की बातें, बहुत से बातें उठकर आएगा. നമുക്ക് അതുകൊണ്ടാണല്ലോ പൗലോസ് 1 കൊരിന്ത്യർ 9:27 പറയുന്നു. पहला कोरिन्थी 9:29. 27. सॉरी, पहला कोरिन्थी 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം
ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക ചെയ്യുന്നത്. हाँ, पहला कुरिन्थी 9:27 में लिखा है, परंतु मैं अपनी देह को मारता कूटता और वश में लाता हूँ, ऐसा न हो कि औरों को प्रचार करके मैं आप ही किसी रीति से निकम्मा ठहरूं. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഈ ശരീരത്തെ നമുക്ക് ആത്മാവിന് വിധേയപ്പെടാൻ നിൽക്കണം, അടിമയാക്കണം. इसके लिए हमें प्रतिदिन हमारे देह को, हमारे शरीर को, हमारे आत्मा के अधीन हो जाने के विषय में लाने के लिए उसको खंडन करना है, उसको अपने अधिक उस पर लाना है, नियंत्रण करना है उसे. നമ്മുടെ ദൈവത്തെ നമ്മൾ പരിശോധിച്ചാൽ अब अपने जीवन में अगर हम परखे तो ഇന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്റെ വഴികളിലല്ലേ നമ്മൾ അധികവും ജീവിക്കുന്നത്. आज भी हम लोग अपना इच्छा के अनुसार हम जीते हैं ना. എത്രയോ കാര്യങ്ങളിൽ ആത്മാവ് തടയുന്നുണ്ടെങ്കിലും അത് വരുതെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ അവഗണിച്ചു പോവുകയല്ലേ ചെയ്യുന്നു. हम लोग कितने बार प्रभु की जो बातें हमें नहीं करना चाहिए, ऐसा बातें आते समय में भी वो बात को ना सुनकर उसी को हम कर बैठते हैं ना. നമ്മൾ നമ്മുടെ ചിന്താഗതിക്കും നമുക്ക് നല്ലതെന്ന് തോന്നുന്നു ഉള്ള വഴിയിലൊക്കെ നടക്കുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ശരീരത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക. हम जो परमेश्वर की इच्छा जो नहीं है उस रास्ताओं में चलते समय में क्या होता है, हम शरीर के अभिलाषों को पूरा करके जी रहे हैं. ഞാനൊരു വിശേഷപ്പെട്ട കാര്യം നിങ്ങൾ പറയാം. एक खास बात मैं कहना चाहता हूँ. നമ്മുടെ ഈ ആത്മാവും ജഡവും സന്ധിയില്ലാത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സന്ധിയില്ലാതെ ഒരിക്കലും കോംപ്രമൈസ് ആയില്ല. हाँ, ओके. ശരിയല്ല. हमारा ये जो आत्मा और ये जो शरीर जो है ये कभी भी सहयोग नहीं हो सकता. इस तरह का रीति में हमेशा झगड़ा करते रहते हैं. वो लोग कभी भी शांति और मेल मिलाप के लिए आएगा नहीं, हमेशा झगड़ा करेगा हमारा प्राण और शरीर, आत्मा और शरीर. വളരെ അടുത്ത് ജീവിക്കുന്നവരാ. बहुत नजदीक जी रहे हैं वो लोग, साथ में जीते हैं. നമ്മൾ നമ്മുടെ അയൽവാസികളോട് കൈകാര്യം जैसा हमारा पड़ोसियों के साथ हमें कैसा रहना चाहिए, നല്ല സ്നേഹത്തിന് अच्छा प्रेम में रहना चाहिए ना पड़ोसी के साथ. പക്ഷെ ഇവർ സംശയത്തില്ല. लेकिन ये दो पड़ोसी आत्मा और शरीर कभी भी एक नहीं होता, हमेशा विरोध रहता है. നമ്മളിത്തലുള്ള കാര്യമാണ്. हमारे अंदर का बात है प्रियो. നിങ്ങൾ ഇതിനെ ശരിക്കും മനസ്സിലാക്കണം. आप लोग इसको सही रीति से समझ रहे हैं. ഞാനൊരു വാക്യം വായിക്കും. एक वाक्य मैं पढ़ाता हूँ. ഗലാത്യർ 5:17. गलातियों को पुस्तक 5:17, गलेशियंस 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. पढ़े നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം, അവ തമ്മിൽ പ്രതികൂലമല്ലോ. शरीर आत्मा के विरोध में और आत्मा शरीर के विरोध में लालसा करता है और ये एक दूसरे के विरोधी है, इसलिए कि जो तुम करना चाहते हो वह न करने पाओ. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ ഭയങ്കര യുദ്ധമാണ്. അവർക്ക് ഒരു രീതിയിലും ഒരു യുദ്ധം അവസാനിപ്പിക്കത്തില്ല, എന്തു യുദ്ധമാണ്. तो ये लोग दोनों के बीच में देखो कितना बड़ा झगड़ा है, एक युद्ध के सवाल है. ये झगड़ा ये लोग कभी भी खत्म नहीं करता, रोज झगड़ा चलते रहते हैं लोग दोनों. ചിന്തിക്കണേ, जरा सोचना. നമ്മൾ തന്നെ പറയല്ലേ ഇങ്ങനെ ഒരു യുദ്ധം വേണം. तो आप लोग खुद बोलेंगे ऐसा झगड़ा करते रहना जरूरी है क्या? ഇത് അത്യാവശ്യം. लेकिन ये जरूरी हो गया. ഈ യുദ്ധത്തിൽ നമ്മൾ ആത്മാവിന് പരാജയം നേരിട്ടാൽ നമ്മുടെ ജീവൻ തകർന്നു तो വീഴും. अगर इस झगड़े में अगर आत्मा हार जाता है तो हमारा जीवन गिर जाएगा. ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. इसलिए बहुत संभालना है हमें. അതുകൊണ്ട് ഞാൻ വേറൊരു വാക്യം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. 2 കൊരിന്ത്യർ 3-6 വരെ. दूसरा कोरिन्थी उसका 10 का 3 से 6 वाक्य पढ़ेंगे. इधर भी इस तरह का एक झगड़ा का अवस्था या फिर एक युद्ध का अवस्था जो पौलुस ने अपना जीवन में अनुभव किया है वो बात कहता है. दूसरा कोरिन्थी 10 का 3 से 6. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങൾ അപ്പോൾ പിടിച്ചടക്കുന്നു. അപ്പോൾ ഇതാണ് വലിയ വിഷയം. तो पढ़ेंगे. यद्यपि हम शरीर में चलते फिरते हैं तो भी शरीर के अनुसार नहीं लड़ते, क्योंकि हमारी लड़ाई के हथियार शारीरिक नहीं पर गढ़ों को ढा देने के लिए परमेश्वर के द्वारा सामर्थी है. इसलिए हम कल्पनाओं का और हर एक ऊंची बात का जो परमेश्वर की पहचान के विरोध में उठती है खंडन करते हैं और हर एक भावना को कैद करके मसीह के आज्ञाकारी बना देते हैं और तैयार रहते हैं कि जब तुम्हारा आज्ञा पालन पूरा हो जाए तो हर एक प्रकार के आज्ञा उल्लंघन को दंडित करे. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഈ യുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ അവസാന ശ്വാസത്തിന്റെ അവസാന ശ്വാസം വരെ. तो ये झगड़ा जो है, ये युद्ध जो है, जो आत्मा और शरीर के विषय में हम लोग मरने तक, जब तक हमारे जीवन से श्वास न छोड़े तब तक ये युद्ध चलते रहेगा. നിങ്ങൾ ഈ ആത്മീയ മനുഷ്യരുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ആഴമായ ഒരുപാട് വിശദീകരണമുണ്ട്. ഞാനത് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. हाँ, इस आत्मिक मनुष्य करके द स्पिरिचुअल मैन करके जो पुस्तक है, अगर आप लोग खरीद पाए और
पढ़ेंगे तो इसमें और भी गहराई की बातें हैं। मैं जो समझा हूँ वो बातों को आगे और मैं बताऊंगा आपको गहराई की बातें। വളരെ വിലപ്പെട്ട കാര്യം. बहुत ही मूल्यवान बातें हैं। നമ്മൾ ഇന്നൊരു നല്ല ശതമാനം രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരും ആത്മാവിനെ ജീവിക്കുന്നില്ല. അവരിന്നും അവരുടെ ദേഹിയുടെ ഇഷ്ടത്തില് ജഡത്തെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. तो आज भी देखो बहुत से विश्वासी का अवस्था को हम देखते हैं, वो लोग आत्मा की इच्छा के अनुसार नहीं जी रहे बल्कि शरीर की बातों को मान कर जी रहे हैं। അത് നമ്മൾ സൂക്ഷിക്കണം. ये बात में संभालना है, അത് ഈ ജഡം നമ്മുടെ ശത്രുവാണ്. क्योंकि ये शरीर जो है ये हमारा शत्रु है। നമ്മൾ ജഡത്തിനായി ചിന്തിക്കരുത്. आप लोग शरीर के लिए कभी ना सोचे। ജഡത്തിന്റെ ചിന്ത തന്നെ നമ്മളെ വഞ്ചിക്കും. तो शरीर का जो विचार ही है, सोच है, उसी में हमको धोखा है। ജഡത്തിന്റെ ചിന്ത മരണം എന്നാണല്ലോ നമ്മൾ റോമർ 8:6 വായിക്കുന്നത്. रोमे 8:6 में हमने क्या पढ़ा? शरीर में मन लगा रहा है, शरीर का चिंता है, विचार मृत्यु देता है। അല്ലേ? വായിച്ചോണെങ്കിൽ 8:6 8:6 पढ़ेंगे। हाँ, शरीर पर मन लगाना तो मृत्यु है, हाँ। पर आत्मा पर मन लगाना जीवन और शांति है। മലയാളത്തിൽ ഇപ്പോൾ ജഡത്തിന്റെ ചിന്ത മരണം. हाँ। ജഡത്തിന്റെ ചിന്ത മരണം. तो वहां पर वो मन लगाना मतलब शरीर की बातों को सोचना ही मृत्यु है करेंगे, मतलब उसके बारे में सोचते रहना ही मृत्यु है। उस अर्थ में मलयालम में लिखा है। ഇത് നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ പഠിക്കണം. इसके लिए इसको और हम गहराई में हम सीखे। ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുറച്ചെങ്കിലും കാര്യം മനസ്സിലായി കാണും. मैं आग्रह करता हूँ कि आपने कुछ तो बातें समझा होगा। ഇവിടെ അപ്പോൾ നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ इसके जब इस दुनिया में हम जीते समय में നമ്മുടെ പ്രാണന്റെ രക്ഷയുടെ ആ ആഴങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. हम लोग प्राण का उद्धार का गहराई के बातों को हम अभी भी सीख रहे हैं। അപ്പോൾ ഈ ആത്മാവിന് പ്രാണൻ വിധേയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ഇന്ന് പ്രാണൻ ഇപ്പൊ കൂടുതൽ ശരീരവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുക. तो अभी इसके लिए अभी हमारा अवस्था क्या हो गया? हमें इस पे विजय पाना है, लेकिन ये प्राण जो है वो हमारा शरीर का स्वभाव के साथ एकदम चिपका और वो लोग साथ में समानता में चलते हैं। അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? इसलिए क्या करना है? നമ്മുടെ പ്രാണനെ നമുക്ക് അപ്രിയമായി കാണുവാൻ, അതിനെ നമുക്ക് പിന്നെ വിലയില്ലാത്തതായി കാണുവാൻ നമുക്ക് കഴിയണം. इसके लिए हमारा प्राण को अप्रिय जानकर, ये प्राण कोई मूल्य नहीं है, उसको इस तरह के नीचा अवस्था को देखकर हमें देखना है। അത് നമുക്ക് അതിനു വേണ്ടിയിട്ട് ദൈവം നമുക്ക് ആ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കട്ടെ. उस विषय में प्रभु हमारे हृदय का प्रकटीकरण, हमारे उसका दृष्टि को हमें समझ दे। ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ये बातें फटाक से समझने के लिए थोड़ा समय तकलीफ की बात है, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആണെങ്കിൽ മാത്രമേ ഇതൊന്നും എനിക്കൊന്ന് ശരിക്കും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ പറ്റൂ. लेकिन अगर आप लोग प्रार्थना पूर्वक रहेंगे तो प्रभु मुझे सामर्थ्य देगा आप लोगों को समझाने के लिए। ഞാനിത് എനിക്കിതിനെ ഓടപ്പനെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളൊരു ഇതിന്റെ ഒരു 30% പോലും മനസ്സിലാക്കിയെങ്കിൽ വലിയ നല്ലതായിരുന്നു. मैं अभी सोच रहा हूँ, अगर अभी जो बताया हुआ बात है उसका 30% भी अगर आप समझ गए हो तो मुझे बहुत खुशी मिलेगी। കർത്താവ് അനുഗ്രഹിക്കട്ടെ. प्रभु हम सबको आशीष करे। ദൈവത്തിന്റെ കൃപ നിങ്ങളെല്ലാവരും കൂടെ. प्रभु का अनुग्रह आप सब पे बने रहे। आमीन।